താങ്ങുവില കൂട്ടി. അപ്പോൾ താങ്ങുവില കൂട്ടിയപ്പോൾ 250 രൂപയാക്കി. അപ്പോൾ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. റബ്ബർ കർഷകരുടെ ആശ്വാസം എന്ന് പറഞ്ഞാൽ ആരുടെ ആശ്വാസം? കേരള കോൺഗ്രസിൻ്റെ ആശ്വാസം. കേരള കോൺഗ്രസിൻ്റെ ആശ്വാസം എന്ന് പറഞ്ഞാൽ ആരുടെ ആശ്വാസം? ഇടുക്കി, വയനാട്, പത്തനംതിട്ട, കോട്ടയം 4-5 ജില്ലകളിലെ ക്രിസ്ത്യ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത്. അവർക്ക് അത് മറ്റൊന്നുകൊണ്ടല്ല, റബ്ബർ കർഷകരാണ്. അവർ സാധാരണക്കാരായിട്ടുള്ള റബ്ബർ കർഷകരാണ്. അവർ ക്രിസ്ത്യ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അത് തെറ്റായിട്ടല്ല പറഞ്ഞത്, നല്ല പോസിറ്റീവായിട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉള്ള വിഭാഗത്തിൽപ്പെടുന്നവർക്ക് വലിയ ഒരു ആശ്വാസമാണ് 250 രൂപ കിലോയ്ക്ക് താങ്ങുവില കിട്ടുന്നത്. അവർ ഈ ബഡ്ജറ്റിനെ കൈയടിച്ച് സ്വീകരിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് അങ്ങനെ നടക്കുമ്പോൾ മറുവശത്ത് കടൽ തീരത്തുള്ള ആളുകൾക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ വലിയ ഒരു 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 സഹായമാണ് കൊടുത്തിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തീരദേശത്തുള്ളവർക്ക്, പട്ടയമില്ലാത്തവർക്ക് പട്ടയം കൊടുക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മാരിടൈം പ്രോജക്റ്റുകൾ വരുമെന്ന് പറയുന്നു. പോർട്ടിൻ്റെ വികസനം വരുമെന്ന് പറയുന്നു. മുതലപ്പള്ളി പോർട്ടിനെ കുറിച്ചുള്ള വികസനം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാപ്പാടും മറ്റ് കേരളത്തിലെ എല്ലാ പോർട്ടുകളെയും സംബന്ധിക്കുന്ന വികസനം പറയുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തിലും വികസന പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തീരം മുതൽ മല വരെ, കാട് മുതൽ കടൽ വരെയുള്ള പ്രദേശത്തെ ആളുകൾ സന്തുഷ്ടരാണ്. അവർ ദേ ആർ ഹാപ്പി. അതുകൊണ്ട് റബ്ബർ കർഷകരൊക്കെ കൈയടിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഓരോ പദ്ധതികളും വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പൊതുഗതാഗതത്തിന് അപ്പോൾ ചോദിക്കും, ഇടനാട്ടിലും തീരപ്രദേശത്തും മലനാട്ടിലുള്ളവർ മാത്രം ജീവിച്ചാൽ മതിയോ? ഇടനാട്ടിലുള്ളവർക്ക് എന്താണ് ആശ്വാസം? പൊതുഗതാഗതത്തെ ശക്തിപ്പെടുത്തുന്ന സംവിധാനങ്ങൾ, അതുപോലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇടനാട്ടിലുള്ളവർക്കുമുണ്ട്. തീരത്തുള്ളവർക്ക് യാത്രയുണ്ട്. പക്ഷേ തീരത്തുള്ളവരെക്കാൾ, മലനാട്ടിലുള്ളവരെക്കാൾ കൂടുതൽ യാത്ര സർക്കാർ ജീവനക്കാരായാലും കരാർ തൊഴിലാളികളായാലും എല്ലാം ഇടനാട്ടിലുള്ളവരാണ്. പ്രത്യേകിച്ച് സിറ്റികളിലൊക്കെ ഉള്ളവരാണ്. അവർക്ക് വലിയ ആശ്വാസമായിട്ടുള്ളത്. അപ്പോൾ ഓരോ പ്രതീക്ഷയിലെയും ഓരോ പ്രദേശത്തെയും വളരെ കൃത്യമായ ഒരു പരിപാടിയാണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്മാൾ സ്കെയിൽ ആൻഡ് മീഡിയം സ്കെയിൽ MSME ആയിട്ടുള്ള മൈക്രോ എൻ്റർപ്രൈസസിനുള്ള ഒരു ഗ്രോത്ത് പരിപാടി വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തെ പോർട്ട് സിറ്റിയായി വികസിപ്പിക്കാനുള്ള സുപ്രധാന പദ്ധതിയായ മിഷൻ സമുദ്ര ഏവിയേഷൻ രംഗത്തെ പ്രധാന പങ്കുകളിലൊന്നായി കേരളത്തെ മാറ്റാനുള്ള ഏവിയേഷൻ ഹബ്ബ് പദ്ധതി, ചെറുകിട ഇടത്തരം സൂക്ഷ്മ സംരംഭങ്ങൾ സംരക്ഷണ പദ്ധതി എന്നിവയെല്ലാം വളരെ നല്ല പദ്ധതികളാണ് എന്നുള്ള ധനകാര്യ വിദഗ്ധരുടെ അഭിപ്രായം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ കൃത്യമായി അതിനെ സംബന്ധിക്കുന്ന വളരെ വലിയ പോയിന്റുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബഡ്ജറ്റിനെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ഒരു സ്വീകാര്യത കേരളത്തിൽ വന്നിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷവും ബി ജെ പിയും പ്രതിപക്ഷമാണ്. 2 പ്രതിപക്ഷവും ഇതിനെ പല രൂപത്തിൽ എതിർക്കുന്നുണ്ട്. അതിൽ ചിലർ പറയുന്നതിൽ ഒരു ലോജിക്കുമില്ല. 2ാമത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തിന് എന്തിനു എന്ന് ചോദിക്കുന്നവർ 1ാമത്തെ മെഡിക്കൽ കോളേജ് നന്നാക്കിയിട്ട് പോരെന്ന് ചോദിച്ചാൽ എത്ര നന്നാക്കിയാലും അതിനൊരു പരിമിതിയുണ്ട് നന്നാക്കുന്നതിന്. അതുകൊണ്ട് 2ാമതൊരെണ്ണം കൂടെ വന്നാൽ 1ാമത്തേതിൽ സമ്മർദ്ദം കുറയും എന്നുള്ളതാണ് എൻ്റെ തത്വം. അതുകൊണ്ട് വരട്ടെ, ഓരോ പുതിയ പ്രോജക്റ്റുകൾ വരട്ടെ. വലിയ പ്രോജക്റ്റുകളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അവ വരട്ടെ. അതിൽ കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും അതുപോലെ തീരദേശത്തുള്ളവരെയും ഒക്കെ പരിഗണിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഒരു വശത്ത് ക്ഷേമം, അവരുടെ ക്ഷേമമാണ് പ്രധാനം. അതിനുള്ള സൗകര്യങ്ങൾ വരുന്നു. മറുവശത്ത് വികസനത്തിൻ്റെ കരുതൽ വരുന്നു. അതുപോലെ വൻകിട പദ്ധതികൾ വരുന്നു. അപ്പോൾ ഒരു വശത്ത് വൻകിട പദ്ധതികൾ, മറുവശത്ത് ക്ഷേമ പ്രവർത്തനങ്ങൾ, കരുതൽ പ്രവർത്തനങ്ങൾ, കാർഷിക മേഖലയെ താങ്ങി നിർത്തുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കൂടി മനോഹരമായ ഒരു ബഡ്ജറ്റായി മാറുന്നു. അതുകൊണ്ട് തന്നെ റബ്ബർ കർഷകർ കൈയടിച്ചു. പത്തനംതിട്ടയിലെയും ഇടുക്കിയിലെയും വയനാട്ടിലെയും പാലക്കാടിലെയും അതുപോലെ കോട്ടയത്തെയും ഒക്കെ യഥാർത്ഥ കർഷകരായിട്ടുള്ളവരുടെ സന്തോഷം തരുന്ന ഒരു ബഡ്ജറ്റാണ്. അത് മലയിൽ അങ്ങനെയാണെങ്കിൽ തീരദേശത്ത് ഉള്ള ആളുകൾക്കും പട്ടയം കൊടുക്കുന്നത് വഴിയും മണ്ണെണ്ണ ചാർജ് കൂട്ടുന്നത് വഴിയും അതുപോലെ തന്നെ അവർക്ക് ഈ ട്രോളിംഗ് കാലത്ത് 45 ദിവസം അവർക്ക് വരുമാനം കിട്ടുന്നതിനുള്ള മറ്റ് തുക കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം തീരുമാനങ്ങൾ വരുന്നത് തീർച്ചയായും ആ വിഭാഗം ജനങ്ങളെയും തൃപ്തിപ്പെടുത്തുന്നതാണ്.